ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ഗ്യാസ്, ഓയിൽ റിഗുകൾ പോലുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തോ അല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നേരിട്ട് ലക്ഷ്യം വെച്ചോ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയേക്കാമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ തീവ്ര ഇസ്ലാമിക ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള വ്യക്തികേന്ദ്രീകൃത കൊലപാതകങ്ങളും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരായ ആക്രമണങ്ങളും സാധ്യമായ പ്രതികരണങ്ങളാണെന്ന് പ്രമുഖ മാധ്യമമായ ആക്സിയോസും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിയാലോചിച്ച ശേഷം വ്യക്തമായ ആക്രമണ നയം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിനെ ആക്രമിച്ചതിൽ ഇറാൻ ഖേദിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രിമാർ ഏകകണ്ഠേന പ്രസ്താവിച്ചു. ഇസ്രായേലിലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം കനത്ത തിരിച്ചടിക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അയത്തുള്ളയുടെ ഭരണം എല്ലാ പരിധികളും കടന്നിരിക്കുന്നുവെന്നും ഇസ്രായേൽ പൗരന്മാർക്കെതിരായ ഇറാന്റെ ക്രിമിനൽ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേൽ രാഷ്ട്രം നിശബ്ദത പാലിക്കില്ല എന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാനെതിരെ ഇസ്രായേലിനൊപ്പം പ്രവർത്തിക്കാൻ വൈറ്റ് ഹൌസും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേസമയം മൊസാദ് തലവനും ഷിൻബെറ്റ് തലവനും ഇസ്രായേൽ ആർമി ചീഫും ടെൽ അവീവിൽ സംയുക്തമായി ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്.